ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മെറ്റൽ ബോക്സിനെ കുറിച്ചാണ് പറയുന്നത്. മെറ്റൽ ബോക്സിൽ മണ്ണൊക്കെ ഇറങ്ങാതിരിക്കുക എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയണത്. പിന്നെ നമ്മളിപ്പം എങ്ങനെയെന്ന് നോക്കാം, ഞാൻ എങ്ങനെയാണ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. ഇത് മാസ്കിംഗ് ടാപ്പാണ് ഒട്ടിച്ചേക്കുന്നത്. ഇത് നമ്മൾ മാസ്കിംഗ് ടാപ്പ് ഒട്ടിച്ചാണ് ബോക്സുകൾ വയ്ക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മൾ മാസ്കിംഗ് ടാപ്പ് ഒട്ടിച്ചാൽ നമുക്ക് രണ്ടാമത് ക്ലീനിങ് കുറവായിരിക്കും. ഇതിലോട്ട് കാണിച്ചാൽ ക്ലീനിങ് കുറവായിരിക്കും. കാരണം നമ്മളിപ്പോൾ മാസ്കിംഗ് ടാപ്പ് വയ്ക്കാതെ ഈ ബോക്സ് വെക്കണമെങ്കിൽ ഈ പൂശുകാരി ഇവിടെയൊക്കെ ചാന്ത് ഇറക്കി പിന്നെ നമ്മൾ അതിന് ഒരു ദിവസം നിൽക്കേണ്ടി വരും ക്ലീൻ ചെയ്യാൻ വേണ്ടി. ഇതിപ്പോൾ ആ ഒരു പ്രശ്നമില്ല. പിന്നെ ഈ പൈപ്പെല്ലാം നമ്മൾ കട്ട് ചെയ്യും. പിന്നെ അടുത്തോട്ടോ ഈ ഒരു ഹോള് കണ്ട, ഈ ഒരു ഹോളൊക്കെ മാസ്കിംഗ് ടാപ്പ് നമ്മൾ ബാക്കിലും കൂടെ അടിക്കണോണ്ട് ഈ ഒരു ഹോളൊക്കെ അങ്ങ് പാക്കിങ് ആവും. ഇതിലേ കൂടെയാണ് മണ്ണ് ഇറങ്ങുന്നത്. ഒരിക്കലും പൈപ്പിൻ്റെ അകത്തുനിന്ന് മണ്ണൊന്നും വരത്തില്ല. നമ്മൾ എന്നിട്ട് ഈ സൈഡ് ഈ ഒരു സൈഡ് നമ്മൾ ഈ ഒരു സൈഡൊക്കെ നമ്മൾ വൈറ്റ് സിമെൻറ്റ് വെച്ച് കവർ ചെയ്യും, നന്നായിട്ട് പാക്ക് ചെയ്യും. അപ്പോൾ ഉറുമ്പ് മണ്ണൊന്നും ആ ഒരു ഹോളിൽ കൂടെ ഇറങ്ങത്തില്ല. എന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് ഈ പൈപ്പ് ഈ പൈപ്പ് കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് വൈറ്റ് സിമെൻറ്റ് വെക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഇലക്ട്രീഷ്യന്മാർക്കൊക്കെ അറിയാം. ഈ ഫീൽഡിലോട്ട് പുതിയതായിട്ട് വരുന്ന പയ്യന്മാർക്ക് യൂസ്ഫുൾ ആവും. നമ്മളിപ്പോൾ പൈപ്പ് ഇതിലോട്ട് കാണിച്ച് പൈപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് ഈ ചെറിയൊരു ഹോളൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ബോക്സ് അറിയാൻ പറ്റുമോ? ഈ ചെറിയൊരു ഹോളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഹോളൊക്കെ നമ്മൾ ഇതിപ്പോൾ ഞാൻ വൈറ്റ് സിമെൻറ്റാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് സിമെൻറ്റ് നമ്മൾ ഈ ഹോളിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കണം. ഈ ഹോളിൻ്റെ അടിയിൽ ക്യാമറ വെച്ചാണ് ഇവിടെയൊക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് കവർ ചെയ്ത് കൊടുക്കണം. കവർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ഹോളൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് നമ്മൾ അടയ്ക്കണം. ഇതിലേക്കൂടെയൊക്കെയാണ് മണ്ണ് ഇറങ്ങുന്നത്. ഇപ്പോൾ മാസ്കിംഗ് ടാപ്പ് അടിച്ചുകൊണ്ട് അതിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും നമ്മൾ വെച്ച് നന്നായിട്ട് കവർ ചെയ്യണം. ഓക്കെ. ഇനി നമ്മൾ ഈ അഡാപ്റ്റർ എന്നെ കാണിയത് അഡാപ്റ്ററൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു അഡാപ്റ്റർ ഇപ്പോൾ 25 രൂപയൊക്കെ വിലയുണ്ട്. എന്തിനാണ് ഈ മണ്ണ് ഈ സെയിം സംഭവം നമുക്കൊരു വൈറ്റ് സിമെൻ്റ് എന്ന് വെച്ചാൽ 35 രൂപയ്ക്കാകുമ്പോൾ 5 കിലോയുടെ ഒരു പാക്കറ്റ് കിട്ടും. നമുക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ ഉറുമ്പ് ഉറപ്പായിട്ടും കയറും. ഉറുമ്പ് കയറുന്നത് ഈ ബോക്സിൻ്റെ ഹോൾ വഴി അടി വഴിയൊന്നുമില്ല, ഫ്ലാറ്റിൻ്റെ സൈഡിൽ കൂടെയാണ് ഉറുമ്പ് കയറുന്നത്. ഒരിക്കലും അകത്തുനിന്ന് ഉറുമ്പ് വരാൻ ചാൻസ് കുറവാണ്, എന്നാലും വരും ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ ഇത് വെച്ച് വൈറ്റ് സിമെൻറ്റ് വെച്ച് കവർ ചെയ്തുകൊണ്ട് മാക്സിമം ഉറുമ്പൊന്നും ബോക്സിൻ്റെ അകത്ത് വരത്തില്ല. നമുക്ക് സ്വിച്ച് എല്ലാം സേഫ്റ്റിയാണ്, പെട്ടെന്ന് കംപ്ലൈൻ്റ് ഒന്നും വരത്തില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു ബോക്സിലോട്ടും പോവാം. ഈ ഒരു ബോക്സ് നമ്മൾ പൊട്ടിക്കുകയാണ്. ഇത് നോക്കിക്കുക, നമ്മൾ നല്ല ക്ലീനിങ് ആണ്. ബോക്സ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. അല്ലെങ്കിൽ ക്ലീനിങ്ങിന് തന്നെ കുറേ സമയം പോവും. ഓക്കെ. പിന്നെ നമ്മളെ ഫിനിഷിങ് കറക്റ്റ് ഈ ഒരു പൊസിഷനിൽ വരണം. കാരണം ഇത് പൊങ്ങിയിരുന്ന പ്ലാറ്റ് നന്നായിട്ട് അടയത്തില്ല. കറക്റ്റ് ഈ ഒരു പൊസിഷനിൽ വരുമ്പോൾ നമുക്ക് പ്ലാറ്റ് അങ്ങ് അടഞ്ഞ് ചേർന്നിരിക്കും. ഈ ഒരു കിച്ചൺ ഈ ഒരു ടോൾ മോഡി ബോക്സ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ഒരു
കറക്റ്റ് പൂശുകാൻ ആ ബോക്സിന് ചേർന്നാണ് നിൽക്കണം. ഒരു നൂല് പോലും ഇതില്ലാതെ കറക്റ്റിനാണ് നിൽക്കുന്നത്. ഇതേ കണക്ക് ബോക്സ് എല്ലാവരും വയ്ക്കണം. അകത്തോട്ട് നിന്നാലും വലിയ കുഴപ്പമില്ല, നമുക്ക് ജിപ്സം സ്ക്രൂ ഒക്കെ ഇട്ട് ഫ്ലാറ്റ് അടയ്ക്കാൻ പറ്റും. ഒരിക്കലും പുറത്തോട്ട് തള്ളി നിൽക്കാൻ പാടില്ല. ഒരു ചെറിയ 2 നൂലൊക്കെ ആണെങ്കിൽ തള്ളി നിന്നാൽ കുഴപ്പമില്ല എന്ന് പറയാം. എന്നാലും മാക്സിമം ഈ എന്ന് വെച്ചാൽ ഒരു 4 നൂലൊക്കെ ഗ്യാപ്പ് ഇട്ട് മറ്റേ ബോക്സ് വയ്ക്കണം. അപ്പോൾ കറക്റ്റ് പൂശിന് ഇതേ കണക്ക് കിട്ടും. ഓക്കെ.